Hello guys, welcome to my new video. 30 minutes time ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു what I do in a day in my life വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 4:30 ഒക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. രാവിലെ 4:30 ഒക്കെ ആകുമ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ഓടാനും നടക്കാനൊക്കെ വേണ്ടി പോവും. ഒരു 40 minutes ഞാൻ നടന്നു വന്ന ശേഷം പിന്നെ കുറച്ചു നേരം ഞാൻ സുംബ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 20 minutes യോഗയും മെഡിറ്റേഷനും ഭയങ്കര ഇമ്പോർട്ടന്റാ. അത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ഞാൻ രാവിലെ ഉണ്ടാക്കുവേ. അപ്പോഴത്തേക്കും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക, പിന്നെ കുക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ ഞാൻ രാവിലെ ചെയ്യും. പിന്നെ എനിക്ക് 9:30 ഒക്കെ ആകുമ്പോൾ വർക്കിനൊക്കെ കയറണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ കുറെ ചെടികളുണ്ട്. എല്ലാ ചെടികളും ഞാനാണ് നനയ്ക്കുന്നത് രാവിലെ. എന്താ വെച്ച് ഓക്കെ. പിന്നെ അതുപോലെ ചെടി നനച്ച ശേഷം ഞാൻ കുറച്ചു നേരം വർക്ക് ചെയ്യാൻ തുടങ്ങും. വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണല്ലോ. അപ്പൊ ഇടയിലൊക്കെ ബ്രേക്ക് കിട്ടുമ്പോ ഞാൻ വന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുന്ന സമയത്ത് എന്നാ ജീവിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ മെയിൻ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഫ്രീ ആവും. പിന്നെ ഫ്രീ ആവുമ്പോൾ ഞങ്ങൾ കുറച്ചു നേരം TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ പുറത്തൊക്കെ പോകും. പിന്നെ പലപ്പോഴും അയൺ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചാച്ചന്റെ അമ്മച്ചിയുടെ ഉണ്ണിയുടെ ഡ്രസ്സും ഒക്കെ ഉണ്ണിയുടെ ഒരു വീഡിയോ ഞാനെന്താ ഇങ്ങനെ ചിരിക്കുന്നത്. അങ്ങനെയാണ് വൈകുന്നേരം ആകുമ്പോ ഞാൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരുടെയും ഡ്രസ്സ് അയൺ ചെയ്യും. ഉണ്ണിയുടെ ഡ്രസ്സുകൾ പൊതുവെ ഞാനാണ് വാഷ് ചെയ്യുക. ഞാൻ എപ്പോഴും ഉണ്ണിയുടെ ഡ്രസ്സുകൾ ഞാൻ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്യും. പിന്നെ വൈകുന്നേരം ആകുമ്പോ ഞാനും ചാച്ചനും കൂടെ ലൈബ്രറിയിൽ പോവും. ഞങ്ങൾ ഇന്നത്തെ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്സ് ഒക്കെ വായിക്കും. ചാച്ചൻ ഭയങ്കരമായിട്ട് ബുക്സ് വായിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും കമ്പനി കൊടുക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോകും. ഞങ്ങൾ നടന്നാ പോകുന്നത് എല്ലാ ദിവസവും ലൈബ്രറിയില്. പിന്നെ വൈകുന്നേരം ആകുമ്പോ ലൈബ്രറിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ പ്ലാൻ ഞങ്ങൾക്ക് ഇടണമല്ലോ. മിക്ക ദിവസം ചപ്പാത്തിയും കറിയൊക്കെ ആയിരിക്കും. അപ്പം ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കും. ഞങ്ങളൊരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡിന്നർ ഒക്കെ കഴിക്കും. പിന്നെ ഉണ്ണിക്ക് മിക്ക ദിവസങ്ങളിലും വേറെ എന്തെങ്കിലും ഒക്കെ വലിയ ഫുഡുകളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ ബിരിയാണി, മന്തി അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ യൂട്യൂബൊക്കെ നോക്കി ട്രൈ ചെയ്ത് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഉണ്ണി എന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയുടെ അമ്മച്ചി ഉണ്ണിക്ക് എന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആണ്. എപ്പോഴും പോയാ എല്ലാത്തിനും ചിരിച്ചോണ്ടിരിക്കും. പിന്നെ വൈകുന്നേരം ആയി കഴിയുമ്പോ ഞങ്ങൾ ഡിന്നറൊക്കെ ഞാൻ ഉണ്ടാക്കിയ ശേഷം ഉണ്ണിക്ക് ഞാൻ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വൈകുന്നേരം ആവുമ്പോ ചാച്ചന് ചിലപ്പോ കാലുവേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ ചാച്ചന് ഞാൻ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കും. എല്ലാ ദിവസവും കൈയും കാലും വേദനിക്കുമ്പോ ഞാൻ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ ചാച്ചന് എല്ലാ ദിവസവും ഒരു കാപ്പിയൊക്കെ നിർബന്ധമാണ്. മിക്കപ്പോഴും ഞാനാണ് ആ കാപ്പി ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ അതിനുശേഷം സൺഡേ ഒക്കെ എന്നെ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മിക്ക ഡ്രസ്സുകൾ വാഷ് ചെയ്യാനായിട്ട് ഞാൻ അന്നു തന്നെ എന്റെ എല്ലാ ഡ്രസ്സുകളും അലക്കും. ഉണ്ണിയുടെ ഡ്രസ്സ് ഞാനും അമ്മച്ചിയുടെ ചാച്ചന്റെ ഒക്കെ ഞാൻ തന്നെയാണ് മിക്കവാറും ഇവിടെ അലക്കുന്നത്. മതി ഗൈസ്, ഇവരെന്നെ മാറ്റിയിരിക്കുന്നു ഗൈസ്. ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരങ്ങളില് വീണ്ടും ഒരു 30 minutes നടക്കാൻ പോലെ പറഞ്ഞല്ലോ അല്ലെ. അങ്ങനെയാണ് ഗൈസ്. പിന്നെ രാത്രി ഞാൻ എല്ലാവർക്കും ഉള്ള പുട്ടും കടലക്കറിയൊക്കെ തലേന്ന് തന്നെ എല്ലാം ചെയ്തു വെക്കും. വെജിറ്റബിൾസ് ഒക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കും, രാവിലെ ടൈം കിട്ടാത്തതുകൊണ്ട്. എന്നിട്ട് പിന്നെ സുഖമായി കിടന്നു തുടങ്ങും ഗൈസ്. യൂട്യൂബ്
അവിടുന്ന് ചാച്ചൻ ഗൈസ് നമ്മളുടെ പൊന്നിയാച്ച ഇതൊന്നും സത്യാവസ്ഥ വിശ്വസിക്കുകയില്ല.